ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. സ്മൃതി, കേരളത്തിൻ്റെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഇങ്ങനൊരു ഗവർണറെ നമുക്ക് കിട്ടി എന്നുള്ളത് എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അയാൾ മാധ്യമപ്രവർത്തകനല്ല എന്ന്. അയാൾ CPM-ന്റെ പ്രചാരകൻ, റിപ്പോർട്ടർ ചാനലിൽ ജോലി. എനിക്ക് SFI വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്. എൻ്റെ പൊന്നു വിദ്യാർത്ഥികളെ, ജോർജ് ബെർണാഡ് ഷാ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പന്നികളോട് ഗുസ്തി പിടിക്കരുത്. കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം. ഞാൻ അവരുടെ നേതാവാ. കാരണം ദേഹത്ത് ചെളി പറ്റും, പക്ഷെ പന്നികൾക്ക് അത് ഇഷ്ടമാണ്. എത്രമാത്രം ചെളി പറ്റാമോ അത്രത്തോളം അത് ക്രെഡിറ്റ് ആണെന്നും അത് പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും കരുതി നടക്കുന്നവരോട് ഒരു അകലം പാലിക്കലാണ് നല്ലത്. അതല്ലാതെ ഈ മനുഷ്യനെ നന്നാക്കാൻ കേരളം വിചാരിച്ചാൽ നടക്കില്ല. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. ഇതൊരു കീലേരി അച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഗവർണർ മാറുന്നത് അത്യന്തം നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ായിരിക്കുന്ന മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭ പറയുന്നത് അനുസരിക്കാൻ മാത്രമേ ഭരണപരമായ കാര്യങ്ങളിൽ താങ്കൾക്ക് കഴിയൂ. ഈ പറയുന്ന രീതിയിൽ കീലേരി അച്ചുവായി മാറുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കും. നിർഭാഗ്യകരമാണ് കേരള സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. 163-ാമത്തെ അനുച്ഛേദം നല്ല വൃത്തിയായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ 163(2) എന്നൊരു ഭാഗമുണ്ട്. അദ്ദേഹം വിവേചനാധികാരം ഉപയോഗിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അന്തിമമായിരിക്കും, അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാകുന്നു എന്നാണ്. എന്ത് പറ്റിയടാ? അതിലും മാധ്യമപ്രവർത്തകരോട് ഒന്നടങ്കം കടക്ക് പുറത്ത് എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീ അരുൺ ഓർക്കുക. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തെ കീലേരി അച്ചു എന്നാണ് ശ്രീ അരുൺ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം കീലേരി അച്ചു കഥാപാത്രമായി വരുന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കീലേരി അച്ചു ഒരു ഭീരുവാണ്, പേടിത്തൊണ്ടനാണ്. കീലേരി അച്ചു അല്ല ഗവർണർ എന്ന് അദ്ദേഹം തെളിയിച്ചതാണ്. അത് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടതാണ്. ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ബഹിഷ്കരിക്കുക, അവരുടെ അടുത്തേക്കെങ്ങും പോകാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവെ കീലേരി അച്ചുമാരായി മാറുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്തതുകൊണ്ടാവാം ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായതും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും.